ഞാൻ ഒരിക്കൽ വീട്ടിൽ നിന്നാക്കിനേനും ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല സന്തോഷവും സങ്കടവും എല്ലാം കൂടി ഒന്നിച്ച് വന്നിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹംദന സ്കൂളിൽ ചേർത്താൻ വന്നിട്ടാണ് കേട്ടുള്ള. ഇപ്പോൾ എല്ലാവരുടെയും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവളെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യലാന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കൂ ഇതിലിപ്പോൾ എന്താ സങ്കടമായിട്ടുള്ളത്. ഞാൻ ഹംദന ഇതുവരെ അങ്ങനെ വിട്ട് നിൽക്കലില്ല. അത്യാവശ്യം 1-2 പ്രാവശ്യമായിട്ടും ഞാൻ പുറത്ത് പോയില്ലെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ അധിക ദിവസം ഞാൻ എൻ്റെ കൂടെ ഓളുണ്ടാവും കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ വരെ ഞാൻ അവളെ കൂട്ടാനങ്ങ് പോകാറില്ല. എത്ര പെട്ടെന്നല്ലേ മക്കളെല്ലാം വലുതാകുന്ന. മാഷാ അല്ലാ. ഇങ്ങനെ ഫസ്റ്റ് അയക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഇതുപോലെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് മാത്രമാണോ എന്നും അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. 1-2 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടേനു. എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുവരണ്ടേ, എന്തെല്ലാം ആവശ്യമുള്ളതെന്നെല്ലാം അറിയാൻ, നമ്മൾ ഇവിടുത്തെ ഫീസും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പളിനെ കണ്ട് ഹംദനോട് എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ച് ഓൾ അതിനുള്ള ആൻസറും കൊടുത്തിന് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ ഒക്കെ ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയ ഓൾ നല്ല ഹാപ്പിയാണ്. ഓളിങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. മാഷാ അല്ലാ. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ആരോടും അങ്ങനെ കൂടുതൽ സംസാരിക്കില്ല. ബിസ്ക്കറ്റാ ഫോണ് പോകുന്ന വഴിക്ക് ഹംദക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്. പിന്നെ ചെറിയൊരു സന്തോഷമല്ലേ, അങ്ങനെ എല്ലാവർക്കും കൂടി ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ചൂടിന് എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഇങ്ങനെ എന്തെങ്കിലും തണുത്ത് കഴിക്കാനാണ് പൂതി ഉണ്ടാകുക. അങ്ങനെ അതും വാങ്ങി കഴിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന്. ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. ദിവസം കറക്റ്റ് ഓർമ്മയില്ല. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട്. ഞാൻ കാര്യം നമ്മൾ ബാംഗ്ലൂർ പോയിട്ടില്ലേ, അതിന് മുമ്പേ പോയ കുറച്ച് വിശേഷങ്ങളെല്ലാം കേട്ടോ. ഇതെല്ലാം അമ്മൻ്റെ അഡ്മിഷൻ എടുക്കാൻ പോയതും ഇതെല്ലാം പിന്നെ ഏതായാലും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റായി പോയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ തലശ്ശേരിയിലേക്കാണ് പോകുന്നത്. വൈകുന്നേരം വെറുതെ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഹംദയാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ബീച്ചിൽ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടേനു. അന്ന് നമ്മൾ കണ്ണൂർ പോകാൻ അവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഓൾക്ക് അങ്ങനെ ബീച്ചിൽ നിന്ന് അധികം കളിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലേനു. അപ്പോൾ ഇന്ന് ഏതായാലും ബീച്ചിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ തലശ്ശേരി ധർമ്മളം ബീച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം തിരക്ക് കുറവാണ്, ഒരു സൈലൻറ്റ് ഏരിയ ആണ്.
ഇത് എയർബെൻഡ് എത്തിയിട്ടില്ല. അവിടെ ചെന്ന ഉടനെ ഓളെ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തിട്ട് ഹംദ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല കാറ്റേനു കേട്ടോ. ആ ടൈമിൽ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടേനു. ഇതിൻ്റെ ഫോട്ടോയും വീഡിയോസെല്ലാം ഞാൻ മുന്നേ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടേനു. നടന്നോ? എന്നാ എന്താ കിട്ടിയത്? കാണിച്ചൊരു ഭാവിക്ക് അവന്റെ കയ്യിലെന്നല്ല. മേലെ കൊണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലോ കോപ്രായം കാണിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതെന്തായാലും ഞാൻ എൻ്റെ വ്ളോഗിൽ ഇടുമെന്നുള്ളത്. അങ്ങനെ ഇതാണ് ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയറ്റ് ഫോളോ ചെയ്യണം. എന്നെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചതാണ്, അതങ്ങ് പാളിപ്പോയിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടിൽ എന്തിനാണ് വെള്ളം നിറക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോക്കാണ്. അപ്പോൾ ഈ പുയിലിങ്ങനെ നടക്കുമ്പോൾ കാലിന് അതിൻ്റെ പൊടി ഉണ്ടാവില്ലേ, മണ്ണ് പിടിക്കില്ലേ, അപ്പോൾ അത് അവിടെ ചെന്നിട്ട് കഴുകി കളയാനാണ് കേട്ടോ എടുക്കുന്നുള്ളത്. പിന്നെ നമ്മുടെ ചെറിയ ശംഖില്ലേ, ശംഖ്, ആ ഒരു സാധനം എടുത്തിന്. അപ്പോൾ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുപോകണം എന്നിട്ട് അതിന് വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ഹംദൻ്റെ സ്ഥിരം പരിപാടി ഓൾ ടോയ്സ് കണ്ടാൽ എടുക്കാണ്ട് പോവില്ല. അങ്ങനെ അവിടുന്ന് ഈ ഒരു ബബിൾസും പിന്നെ ഈ ഒരു സംഭവമില്ലേ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം എടുത്തത് വെറുതെ ആന്നേട്ടാ, അവിടെ പൈപ്പെല്ലാം ഉണ്ട് നമുക്ക് കാലെല്ലാം കഴുകാനുള്ള. അങ്ങനെ അവിടുന്ന് ഹംദന ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇനി തിരിച്ച് പോക്കാന്നേ.
പിന്നെ ഞങ്ങൾ തലശ്ശേരി കടൽപ്പാലത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് വരാനുള്ള കാര്യം ഈവനിങ് മുതൽ ഇവിടെ കുറച്ച് ചായൻ്റെ കടിയെല്ലാം കിട്ടുന്ന സ്പോട്ടുണ്ട്, അത് നോക്കി വന്നതാണ്. പക്ഷേ നമ്മളവിടെ എത്തുമ്പോൾ അത് ക്ലോസ് ആയി പോയിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ടയും കഴിച്ച് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു മോമോസിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് സംഭവം. അങ്ങനെ അവിടെ മോമോസിന് ഓർഡർ എടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോമോസ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കഴിച്ച് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒന്ന് കഴിച്ചാലും ഓക്കെയാണ്, പക്ഷേ വീട്ടിൽ കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ലേ, അതില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചിരണ്ടി ഐസ് ഉണ്ടായിരുന്നു, അങ്ങനെ അത് വാങ്ങിന്. അതെനിക്ക് താല്പര്യമില്ല കേട്ടോ. എൻ്റെ ബ്രദറും വൈഫും അങ്ങനെ അവർ കഴിച്ച്, എനിക്ക് ഇഷ്ടമല്ല, അതിനോട് താല്പര്യമില്ല. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലത്തെ ഒരു ചെറിയ ടോയ്സെല്ലാം ഉള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. ആയിരുന്നു ഹംദയ്ക്ക് എന്തെല്ലോ വേണമെന്നെല്ലാം പറഞ്ഞിട്ട് ഓള് വാങ്ങുന്നുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി, ഫുഡ് കഴിക്കൽ. ഞാൻ പറഞ്ഞു എനിക്ക് പിസ്സ കഴിക്കാൻ എന്തോ ഒരു പൂതി ഉണ്ടാവില്ലേ, അതുണ്ടേനു. ഞാൻ പറഞ്ഞു എനിക്ക് പിസ്സ മതി. അങ്ങനെ പിസ്സയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏടുന്ന് കിട്ടുന്നില്ല കേട്ടോ. പിസ്സ ആയിട്ടുള്ളത് അങ്ങ് കണ്ണൂരാണ്. പിന്നെ ഇനി അതിനായിട്ട് കണ്ണൂർ പോകാൻ പറ്റില്ല. അങ്ങനെ കുറേ ഷോപ്പ് നടന്നു തരാമെന്ന് ഇങ്ങനെ ഒരു പാലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടത്. അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോൾ പുറമേ കാണുമ്പോൾ ചെറുതാണ് കേട്ടോ, പക്ഷേ നല്ല ഓക്കെയാണ്. ഭയങ്കര തിരക്കും ആൾ വന്ന് നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു പിസ്സ വാങ്ങിയിട്ട് നമ്മൾ കാറിന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാർസലാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടേനു. പക്ഷേ കാറിന് കഴിച്ചിട്ടില്ല, നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അങ്ങനെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടുന്ന് വരുമ്പോൾ നമ്മൾ ലേറ്റായിട്ട് പിസ്സ കഴിച്ചുകൊണ്ട് നാട്ടിലെത്തിയിട്ട് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിന്. അങ്ങനെ തട്ടയുടെ വൈബ് ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് നെയ്പ്പത്തിൽ മിക്സില്ലേ അതും പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ നെയ്പ്പത്തിൽ ചിക്കന്, ദോശ അങ്ങനെയെല്ലാം ആയിട്ട് ഓർഡർ എടുത്തിട്ടുണ്ടേനു. ഈ ഒരു വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.